സീതയെ രാവണൻ കട്ടുകൊണ്ടു പോകുന്നത് കണ്ട ജടായു എന്ന പക്ഷി രാവണനോട് യുദ്ധം ചെയ്യുകയും തൻ്റെ കാൽനഖങ്ങളെക്കൊണ്ട് രാവണൻ്റെ മുഖമെല്ലാം കീറി മുറിക്കുകയും തൻ്റെ തീഷ്ണതയേറിയ ചുണ്ടുകൊണ്ട് തേര് തകർക്കുകയും ഒക്കെ ചെയ്ത് യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് സഹികെട്ട രാവണൻ ഒരു പക്ഷിക്ക് നേരെ പൊരുതി താൻ പരാജയപ്പെടുന്നതിൻ്റെ അപമാനവും ശ്രീരാമൻ പെട്ടെന്ന് തിരികെ വന്നാൽ തൻ്റെ യാത്ര തടസ്സപ്പെടും എന്നോർത്ത രാവണൻ ചന്ദ്രഹാസം എന്ന വാളുപയോഗിച്ച് ജടായുവിൻ്റെ ചിറകുകൾ വെട്ടുന്നു. പക്ഷികൾക്കാശ്രയം അവയുടെ ചിറകാണല്ലോ. അത് നഷ്ടപ്പെട്ടതിനാൽ അവൻ നിലംപതിക്കുന്നു. ഇത് കണ്ട സീതാദേവി ഭർത്താവിനെ കണ്ട് വിവരങ്ങൾ പറയുന്നതുവരെ നിന്റെ ജീവൻ നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. പെട്ടെന്ന് രാവണൻ മറ്റൊരു രഥം വരുത്തി വേഗത്തിൽ സീതയും കൊണ്ട് അവിടുന്ന് പോകുന്നു. സീതയെ തിരക്കി നടക്കുന്നതിനിടയിൽ ശ്രീരാമനും ലക്ഷ്മണനും ജടായുവിനെ കാണുകയും അവിടെ നടന്ന സംഭവങ്ങൾ വിവരിക്കുകയും സീതാദേവിയെ രാവണൻ ദക്ഷിണ ദിശയിലേക്കാണ് കൊണ്ടുപോയത് എന്നും അറിയിക്കുന്നു. സീതാദേവിയുടെ അനുഗ്രഹപ്രകാരം ശ്രീരാമനോട് വിവരങ്ങൾ പറഞ്ഞ ശേഷം ജടായു മരണം കൈവരിക്കുകയും ചെയ്യുന്നു. ശ്രീരാമൻ ദുഃഖത്തോടുകൂടി ലക്ഷ്മണനെ കൊണ്ട് ജടായുവിൻ്റെ ദേഹം ദഹിപ്പിക്കുകയും സംസ്കാരക്രിയകൾ കഴിക്കുകയും ഒരു മൃഗത്തെ വധിച്ച് മാംസഖണ്ഡം പുല്ലിൽ മെലിച്ച് ബലിതർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ ജടായു ദൈവീക രൂപം പ്രാപിക്കുകയും ശ്രീരാമനെ സ്തുതിക്കുകയും ചെയ്യുന്നു.